ഇത്തവണ നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളിൽ അല്ലെങ്കിൽ ചില മക്കളിലാണെങ്കിൽ എക്സാം അടുക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം കാണാറുണ്ട്. അതായത് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇത് കുറച്ചുകൂടി റിപ്പീറ്റേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മൾ ഒരു തവണ നീറ്റ് എഴുതി നമ്മൾ വിചാരിച്ച ആ ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല, പിന്നെ നമ്മൾ ഫുൾ കോൺഫിഡൻസോട് കൂടി നമ്മളുടെ ആ ഒരു അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്തായാലും സ്കൂളിൽ പോകുമായിരിക്കുന്നുണ്ടാവില്ല. നമ്മൾ വീട്ടിലിരുന്ന് ഒന്നുകിലും നിങ്ങൾ ഏതെങ്കിലും ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടാകും, അതും അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ആയിരിക്കും. ഓൾറെഡി +1 +2 പഠിച്ചു, ഇനി എന്നാൽ ആ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് തന്നെ എനിക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ടാവും. അപ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും കടന്നു പോകുന്നൊരു സംഭവമാണ് ആങ്സൈറ്റി. എന്താവും അടുത്തത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മളുടെ കയ്യിൽ നിൽക്കില്ല നമ്മളുടെ തോട്ട്സ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ പൊട്ടിത്തെറിച്ച് നമുക്ക് ദേഷ്യം വരിക, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുക അല്ലേ. അപ്പം ഇതൊക്കെ എൻ്റെ കുട്ടികളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം മിസ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് ഈ ആങ്സൈറ്റി ഫിയർ എന്നൊക്കെ പറയുന്നത് വാക്കുകൊണ്ട് ഒരൊറ്റ വൺ വേർഡ് ആണെങ്കിലും അത് അനുഭവിക്കുമ്പോഴും അതേപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് അത്രയും പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് ഓരോരുത്തർ കടന്നു പോകുന്ന ഒരു ഇമോഷനാണ്, അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെ ടിപ്സ് പറഞ്ഞാലും എന്തൊക്കെ ട്രിക്സ് പറഞ്ഞാലും അവസാനം നമ്മളാണ് അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അല്ലേ, നമ്മൾ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ അതും നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഓവർ തിങ്കിങ്. നമ്മൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് പഠിക്കുമ്പോഴേക്ക് നമ്മളെ പല കാര്യങ്ങൾ കൊണ്ട്, ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ കോളേജസിൽ അല്ലേ നിങ്ങളെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ അവർ BSc MSc എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ BA എടുത്ത് പോകുന്നുണ്ടാകും. അപ്പോൾ അവരൊക്കെ കോളേജിൽ അടിച്ചു പൊളിക്കുകയാണ്, ഞാൻ മാത്രം വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എൻ്റെ ഈ അറ്റംപ്റ്റ് കൂടി പാളിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ വീട്ടുകാരോട് എന്ത് പറയും, നാട്ടുകാരോട് എന്ത് പറയും, എൻ്റെ ഫ്യൂച്ചർ എന്താവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ തലയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു നീറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഒരു തവണ എഴുതി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ +1 +2 കൂടെ ആയിരിക്കും ഈ ഒരു നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്ത് നമ്മൾക്ക് അയ്യോ എനിക്ക് സ്കൂളിലുള്ള പോർഷൻസ് ഒക്കെ പഠിച്ചു തീർക്കാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞാൻ നീറ്റ് എങ്ങനെ ബാലൻസ് ചെയ്യും, ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന മെറ്റീരിയൽസ് ഇനഫാണോ, ഇത് എനിക്ക് മതിയാവോ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ, അങ്ങനെ നമ്മൾക്ക് പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ നീറ്റ് എന്ന് പറയുന്ന ആ എക്സാം അല്ല അൾട്ടിമേറ്റ്ലി നമ്മളുടെ ലൈഫ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ അതിൻ്റെ 100% കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. റിസൾട്ട് എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അതൊരു കുഴപ്പമില്ല. അതിന് നമ്മൾ വേറൊരാളോട് ആൻസർ പറയേണ്ട കാര്യമില്ല. നമ്മൾ ആൻസർ പറയേണ്ടി വരും. എപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇങ്ങനെ ഉഴപ്പി നടക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോടും അമ്മനോടൊക്കെ യെസ് നമ്മൾ ഇത്രയും അവർ നമ്മളെ വിശ്വസിച്ചു, അവർ നമ്മളെന്ത് ചെയ്യാണ് പഠിക്കാനൊക്കെ വിട്ടു, എന്നിട്ട് നമ്മൾ ഉഴപ്പി നടന്നത് കാരണം നമ്മളുടെ ഫ്യൂച്ചർ കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആൻസർ പറയേണ്ടി വരും. അതല്ലാതെ നിങ്ങൾ 100% നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിനൊക്കെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാകും. ചിലപ്പോൾ ഇന്ന് സംഭവിക്കുന്നത് നാളത്തെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ അതിലും ബെറ്റർ സ്കോറിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യാനാകും. അല്ലെങ്കിൽ 2-3 തവണ ട്രൈ ചെയ്തിട്ട് നമുക്കത് പറ്റുന്നില്ലെങ്കിൽ ആ ഫീൽഡ് നമുക്കുള്ളതായിരിക്കില്ല, അതിനേക്കാൾ ബെറ്റർ ഫീൽഡ് നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യാൻ, ഞാൻ എൻ്റെ 100% കൊടുക്കും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും
ഞാൻ അതിനെ നോക്കുന്നില്ല, ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യും എന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാതെ ആവുക അല്ലേ. ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്ങും ഇത് കിട്ടുമോ കിട്ടില്ലേ എന്താവും എൻ്റെ അവസ്ഥ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നമ്മളെ കോൺസെൻട്രേഷൻ മിസ്സാവും. നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും, പക്ഷേ നമ്മളുടെ ചിന്ത പല വഴിക്ക് പോകും. അപ്പോൾ മിസ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങളെ റിമൈൻഡ് ചെയ്യുക, ഇതെനിക്ക് കിട്ടോ കിട്ടില്ല എന്നെ മാറ്റർ ചെയ്യില്ല, ഞാൻ എൻ്റെ 100% കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വളരെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, ബ്രെത്ത് എടുക്കുക. നല്ല 3 തവണ, നിങ്ങൾക്കിപ്പം ഒത്തിരി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം, മിനിമം നിങ്ങൾക്കൊരു 3 തവണ വളരെ ഡീപ്പായിട്ട് ഒന്ന് ഡീപ്പായിട്ട് എടുക്കുക, ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ദെൻ വളരെ പതുക്കെ തന്നെ എന്ത് ചെയ്യുക, അത് പുറത്തേക്ക് വിടുക, എയർ പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ആവുന്നില്ല, ശരിയാവുന്നില്ല, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്, ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, ജസ്റ്റ് ഫോർ റിലാക്സേഷനാണ്. അത് നമ്മളുടെ ആങ്സൈറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ആവരുത്. ഒന്ന് വെറുതെ ഒന്ന് നമ്മളെ വീടിന് പുറത്ത് ഒന്ന് മുറ്റത്തിരുന്ന് കുറച്ച് നേരം മുറ്റത്തേക്ക് നോക്കിയിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഗാഡ്ജറ്റ്സിൻ്റെ കൂടെയാണ്, ഒന്നെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫോണിലായിരിക്കാം, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അതിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു റൂമിലിരുന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ കാണുന്നത് ഫുൾ ഈ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ റിലാക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് വീടിന് പുറത്തൊന്ന് ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ മുറ്റത്തിൻ്റെ ചെടികളൊക്കെ ഉണ്ടോ, യെസ്, അതൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ കണ്ണിന് കുറച്ചൊരു വേറെ തന്നെ ഒരു ഫീല് കൊടുക്കും. അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് വന്ന് നോക്കുക. കാരണം ഈ ഒരു ആങ്സൈറ്റി ഫിയറിലൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ലീപ്ലെസ്നെസ്. നമുക്ക് കിടന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹെൽത്തി സ്ലീപ്പ് കിട്ടാൻ പറ്റില്ല. കാരണം ഒരു ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുമ്പം അതെന്തായിരിക്കണം, ഇപ്പോൾ എല്ലാ മക്കളും നമ്മളോട് ചോദിക്കാറുണ്ട്, പക്ഷേ എത്ര മണിക്കൂറാണ് ഞാൻ ഉറങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുമ്പം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു 6 hours ഹെൽത്തി സ്ലീപ്പാണ്. അതായത് അതിനിടയിൽ എന്തുണ്ടാവരുത്, നമ്മൾ ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നലിക്കുക, അങ്ങനെ ഒന്നുമില്ലാതെ നിങ്ങൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. അത് അത്രയും ഫ്രഷ്നെസ്സോട് കൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങളുടേത് ഹെൽത്തി സ്ലീപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സ്ലീപ്ലെസ്നെസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു 1 hour ബിഫോർ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. കാരണം ഇത് ബയോളജിക്കലി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ലൈറ്റ് എക്സ്പോസ്ഡ് ആവുന്നോ അത്രത്തോളം സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ആവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഡിം ലൈറ്റിലാണെങ്കിലാണ് സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടുക, നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആങ്സൈറ്റി ഫിയർ കാരണം നിങ്ങൾക്ക് സ്ലീപ്ലെസ്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1 hour ബിഫോർ നമുക്ക് ഒന്നുകിൽ ഈ ഗാഡ്ജറ്റ്സിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് നോർമലാക്കാനും, രണ്ടാമത് ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ചില ആങ്സൈറ്റികളുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ ഡോക്ടറായി, എഞ്ചിനീയറായി, അത് അവരുടെ സർട്ടിഫിക്കറ്റ്സ് കാണുന്നു, അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താവും, എൻ്റെ ഫ്യൂച്ചർ എന്താവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ സ്ലീപ്പിനെ മാറ്റർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫുഡ്. ഓക്കെ, അപ്പോൾ ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 7 to 8 ആ ഒരു 7 മണി 8 മണിയുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക. അതല്ല ഒത്തിരി ലേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വയറ് ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അത് നമ്മുടെ ഹെൽത്തിനെയും വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങളൊരു 7 മണി 8 മണിയുടെ ഉള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ജങ്ക് ഫുഡിലേക്കൊന്നും രാത്രി സമയം വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തതാണെങ്കിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നതാണ് നമ്മൾക്കൊരു ഹെൽപ്ലെസ്നെസ്. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ അച്ഛനോടും അമ്മയോടൊക്കെ പൊട്ടിത്തെറിക്കും. കൂടുതൽ അമ്മമാരോടായിരിക്കും നിങ്ങളുടെ പൊട്ടിത്തെറി ആളുണ്ടാവുക. എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങോട്ട് ദേഷ്യം വരിക, എന്നോടിപ്പോൾ സംസാരിക്കേണ്ട, അങ്ങനെ നമുക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ തോന്നുന്നത് ഞാൻ എന്തിനാണ് ഇപ്പം അങ്ങനെ സംസാരിച്ചത്, അങ്ങനെ നമുക്കതൊരു ഒന്ന് പൊട്ടിക്കരയാനുള്ളൊരു പോലെ തോന്നില്ല. ഞാൻ അങ്ങനെ പിന്നെ നമ്മളുടെ ചിന്ത, ഞാൻ എന്തിനാണ് അമ്മേനോട് അങ്ങനെ പറഞ്ഞത്, എനിക്ക് എന്താ പറ്റിയത്, അങ്ങനത്തെ ഒരു ഫീലിലേക്ക് നമ്മൾ പോകും. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല,
അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉണ്ടാവുന്നില്ല, ഈ പൊട്ടിത്തെറിയും ഈ സങ്കടവും മാത്രമാണ് എനിക്ക് ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ പാരൻസ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹെൽപ്ലെസ് അല്ല. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന നിങ്ങളുടെ അമ്മയാണോ അച്ഛനാണോ അവരോടൊന്ന് സംസാരിക്കുക. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്ക് പഠിക്കുമ്പോൾ ഒരു ടെൻഷൻ വരുന്നുണ്ട്, അത് അച്ഛനോടും അമ്മയോട് തുറന്ന് സംസാരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോടാണ് കുറച്ചുകൂടി ഈസിലി പറയാൻ പറ്റുന്നത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് സംസാരിക്കാം. കാരണം മിസ്സ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുട്ടികളുടെ മെസ്സേജ് നോക്കുന്ന സമയത്ത് ഞാൻ 2-3 മക്കളുടെ മെസ്സേജ് കണ്ടു. പക്ഷേ എനിക്ക് ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാം എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു പേടി കാരണം ഞാൻ പഠിച്ചതൊക്കെ ബ്ലാങ്ക് ഔട്ട് ആയി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. അത് കേട്ടിട്ട് എനിക്ക് തന്നെ ആകെ ടെൻഷനായി പോയി, ആ കുട്ടി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. കാരണം അത്രയും ടെൻഷനായിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡ്, നമുക്കൊരാളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവർ എത്രത്തോളം ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയും ടെൻഷൻ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന് മിസ്സിന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ അവരോട് അവരെ സമാധാനിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മിസ്സിന് നിങ്ങളോട് പറയുന്നത്, അപ്പോൾ നിങ്ങളുടെ ടീച്ചർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. ഓക്കെ, നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല. അത് നമ്മളുടെ ഈ ഒരു സമയം അല്ലെ, ഈ സമയവും കടന്നു പോകും. ഈ സമയം മാറി അല്ലെ, ഏതൊരു ഇറക്കത്തിനും ഒരു ഉയർച്ചയുണ്ടെന്ന് പറയുന്നത് പോലെ, ഒരു രാത്രിക്കൊരു പകലുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം വരുന്നൊരു സമയം ഉണ്ടാകും. നമ്മൾ ഈ ഒറ്റ മുറിയിൽ നിന്ന് മാറി നമ്മളുടെ അടുത്തേക്ക് ഒത്തിരി ആളുകൾ നമ്മളുടെ ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് വരുന്നൊരു സമയം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ എന്ത് ചെയ്യേണ്ട, ഈ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ഒത്തിരി ഇങ്ങനെ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. നമ്മൾക്ക് ഇങ്ങനെ തല വെട്ടിപ്പൊളിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലേ, ആ ഒരു ഫീലിലൂടെ ചിലപ്പം മിസ്സ് ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിലല്ല വേറെ കാര്യത്തിലൊക്കെ ഞാൻ ഈ തല വെട്ടിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങളുടെ മെയിൻ പ്രശ്നം ഈ എക്സാമുകൾ അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ ജേണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ തല വെട്ടിപ്പൊളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പഠിക്കും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് റിലാക്സ്. ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ട് ആൻഡ് നിങ്ങളുടെ 100% കൊടുക്കുന്നതെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, നീറ്റ് ക്രാക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ ബെസ്റ്റെങ്കിൽ അതായിരിക്കും. അതല്ല നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം സംഭവിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ, ഇപ്പം നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല സ്റ്റേജസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ പ്രശ്നങ്ങളായിരിക്കും, വേറൊരു സ്റ്റേജിൽ വേറെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് തലയ്ക്ക് എടുക്കണ്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, അത്രയും ആങ്സൈറ്റി ഫിയറിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പാരൻസിനോടൊക്കെ സംസാരിച്ച് ഒരു ഡോക്ടറെയൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നമുക്ക് അവരുടെ അഡ്വൈസും കൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽസൊക്കെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ടാകുമ്പോൾ ഈ ആങ്സൈറ്റി ഇഷ്യൂസ് കൂടുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, തൈറോയിഡ് ഹോർമോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെ നോർമലാണ് എന്നുകൂടെ എൻഷുർ ചെയ്യുക. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി, ഒരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ഫിസിക്കലി മെൻ്റലി നമ്മൾ ഹെൽത്തി ആണെങ്കിലേ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ സ്റ്റേറ്റ്. അതെൻ്റെ മക്കൾ ആദ്യം ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട, സമാധാനത്തോടെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് കാര്യം എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.